ഇതാണ് പോർക്ക്. കുക്കറി വേവിച്ചു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അടുത്തത് കുറച്ച് കടുക്. ഇവനെ എങ്ങോട്ട് ഓ എല്ലാം കൂടെ പൊട്ടി കളിക്കാൻ പോകും. സ്റ്റവ് ഓഫ് ചെയ്തില്ലെങ്കിൽ ചൂട് കഴിഞ്ഞു പോകും. അല്ലിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അല്പം കടുക് വറുത്ത് സൂപ്പർ പോർക്ക്. നോ മസാല, നത്തിങ്. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് മുളക് പൊടി, അത്രയേ ഉള്ളൂ. എൻ്റെ മണ്ടയിലോട്ട് ഇടുക. ഞാൻ ഫ്രൈ ചെയ്യാൻ മറന്നുപോയി. മുളക് പൊടി ആക്ച്വലി ഫ്രൈ ചെയ്യണം, പക്ഷേ ഫ്രൈ ചെയ്യാൻ എനിക്ക് ക്ഷമയില്ല. മുളക് എൻ്റെ മണ്ടയിലോട്ട് തട്ടി. ഓക്കെ, ആകെ മുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ധാരാളം മരത്തിലുള്ള കുറേ കറിവേപ്പില ആ ഉള്ളത് നിറച്ച്. പട്ട. ഓക്കെ, 190 ഉണ്ടായിരുന്നു. 1 കിലോയും ഒരു 200 താഴെയായിരുന്നു ഗ്രാംസ്. ഫോർ ദിസ് ആയി വരുന്നത്. എന്നിട്ടത് നന്നായിട്ട് കുഴച്ച് വറ്റിച്ചെടുക്കണം. മേ ബി ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ആക്ച്വലി പോർക്കിന് കാറ്റാണല്ലോ ടേസ്റ്റ് കൊടുക്കുന്നത്. ബാക്കി എനിക്ക് എൻ്റെ ഹെയർ മാസ്കിന് യൂസ് ചെയ്യാം. ഇട്ടിട്ട് കഴുകുന്നുണ്ട്. പിന്നെ അതെ മൂടിയെ കുറച്ചുണ്ട്, അവിടെ കൂടെ എടുക്കാം. ഒട്ടും കളയണ്ട, കറിവേപ്പിലായിരുന്നു. ഗുണമല്ല ദോഷങ്ങളുണ്ടാവില്ല. എൻ്റെ കൈ മുറിഞ്ഞ കൈസ് ഇത് കണ്ടോ, നല്ല കത്തി മൂർച്ചപ്പെടുത്തിയത്. കൊടുത്തിട്ട് മൂർച്ചയായിരിക്കും. പിന്നെ ഏതാണ്ട് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ഇച്ചിരി 2 സ്പൂൺ കോക്കനട്ട് ഓയിലൊക്കെ ഫ്രൈ ചെയ്ത് ആസ് പെർ വീഡിയോ. നല്ലതായിട്ട് തുറന്ന് കിടന്ന് ഡ്രൈ ആവണം. എനിക്ക് തോന്നുന്നു മണം അടിച്ച ആൾക്കാരെല്ലാം കൂടെ നാട്ടുകാർ മൊത്തം വീഡിയോയിൽ ഉണ്ടായിരിക്കണം. Anyways, yay. ആക്ച്വലി ഞാനൊന്നും ചേർന്നിട്ടില്ല, നിങ്ങളെ കാണിക്കാം ഗൈസ്. കുക്കറിനകത്ത് കുറച്ച് അതുകൊണ്ട് ചോറൊക്കെ തട്ടിയത് അതിൻ്റെ ടേസ്റ്റി അത് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ചെയ്ത് നോക്കാം. അതുപോലെ ഇതെൻ്റെ ഹെയർ മാസ്കിനുള്ള
ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കരിവേപ്പിലേക്കകത്തിട്ടിട്ട് എല്ലാം കൂട്ടി അരച്ച് പേസ്റ്റാണ്. വിത്ത് കടപ്പൊടി ഉണ്ട്. കരിഞ്ചീരകയും പിന്നെ ഫ്ലാക്സ് സീഡ് പൗഡറാണ്. ഫ്ലാക്സ് സീഡ് നീളുന്നുണ്ട്. പിന്നെ കാപ്പിപ്പൊടി കറിവേപ്പിലയുടെ ഇതിനകത്തോട്ടിട്ട് അരച്ചെടുക്കാനുണ്ട്. അരച്ച് സ്വല്പം പാൽ വെച്ചിട്ട് ചോക്ക് ചെയ്ത് കരിഞ്ചീരകം പാലിൻ്റെ ഗുണത്തിനുള്ള ഹെയറിന് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്നെസ് കിട്ടും. ഫ്ലവർ ഫ്രൈ കുറച്ച് അലോവേറ വറുത്തുകൊണ്ട് കൊടുക്കാൻ അതിൻ്റെ ജെല്ലിന് അടിക്കാം. അടിപൊളിയായിരിക്കും. അതിൻ്റെ ഹെയറിന് റെസ്പോൺസ് ഞാനുണ്ട് എന്തിൽ എത്ര എഴുതി ഇത്രയ്ക്ക് തിളച്ച് മതിയായിട്ട് ഡ്രൈ ആകട്ടെ. കുറച്ച് ഇലക്ട്രിക് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ എത്രയാണെന്നൊരു കാണിച്ചിട്ട് അറിയില്ല. അതായത് ഇലക്ട്രിക്കിന് ഭയങ്കര വ്യത്യാസമാണല്ലോ. പഠിക്കട്ടെ. അയ്യോ എൻ്റെ സിസേഴ്സ് എടുക്കണോ നൈഫ് എടുക്കണോ? നൈഫ് എടുക്കാം. അലോയി വീഴാം. അവർക്ക് വേണ്ടിച്ച് എന്നാലും സാരമില്ല. നന്നായിട്ട് കഴിയുന്നില്ല. നല്ല വെയിലുണ്ട് പക്ഷെ കറിവേപ്പില വിൻ്റർ ആണെങ്കിലും ഇത്രയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പൈനാപ്പിൾ കണ്ട മുല്ല നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് കണ്ടിച്ച് വിട്ടതാണ്. ഈ താഴത്തെ വീട്ടിലെ പെണ്ണ്. അവളിതെല്ലാം കണ്ടിച്ച് ക്ലിയറാക്കി നിർത്തിയേക്കുന്നതിൻ്റെ വാഴ കണ്ട. ഓണത്തിന് വെട്ടിയെടുക്കണം. വേർ ഇസ് മൈ അലോവേറ? അയ്യോ ഇത് മുള്ള അലോവേറ. ഇത് വേണ്ട. ഇതാ പെണ്ണിൻ്റെ. എൻ്റെ അലോവേറ ഞാനിവിടെ കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടെ പോയി. അലോവേറ ഇതാ പെണ്ണിൻ്റെ അല്ലേ? അതെൻ്റെ ആയിരുന്നു. ഞാൻ കണ്ടിക്കട്ടെ. അടിപൊളി. ഇത്ര മതിയായിരിക്കല്ലേ? ഇത് റോസ്മേരിയാണ് ഗൈസ്. എന്തൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അതവിടെ നിൽപ്പുണ്ട് കാട് പോലെ. അതൊക്കെ ഇവിടെ പിന്നെ ഇഷ്ടം പോലെ കിളത്തോളം. ഇവിടെയും കുറ്റി പോലെ അത് ഇവിടെ ഓൾറെഡി നിന്നിരുന്നതല്ല വരും. അതൊന്ന് ഒരു പുഷ്ടിപ്പെടുന്നില്ല. ഒരു എൻ്റെ അവിടെ തോന്നുന്നു. അല്ല അതാ പെണ്ണിൻ്റെ. എനിക്കറിയാം ഇതാന്ന് തോന്നുന്നു എൻ്റേത്. ഇതാ പെണ്ണിൻ്റെ ആയിരുന്നു. ഞാൻ പറിച്ച് സാറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണം. താഴത്തെ പെണ്ണുങ്ങൾ. എൻ്റെ വാഴ അധികം ഈ ഏരിയയിലോട്ട് കാറ്റടിക്കായിരുന്നാൽ മതിയായിരുന്നു. ഇടയ്ക്കൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട്. എന്നാലും സാരമില്ല. ഇത്ര ആയപ്പോൾ കൊണ്ടുവന്നായിരുന്നു. ഇത്ര നീണ്ട. എൻ്റെ ഇപ്പുറത്ത് പപ്പായ നിർത്തി അതെല്ലാം കരിഞ്ഞു പോയി. വാവ്. അയ്യോ 10 മിനിറ്റായി. ഭയങ്കര നീട്ടെ വീഡിയോ.
അതൊരു പണിയാണ് ഈ സാധനം മൊത്തം കൂടെ അതിൻ്റെ അകത്തുനിന്ന് ജെല്ലെടുക്കൽ. എൻ്റെ നല്ല മണമുണ്ട്. ഓഹോ, ഇപ്പം തന്നെ നല്ല മണമുണ്ട്. അകത്തോട്ട് കയറുന്നതിനുണ്ട് മണം അടിച്ചു. ഓഹോ, കരിവേപ്പിലയാണെന്ന് തോന്നുന്നത് അതിനകത്തോട്ട് മിക്സായി. അടിപൊളി ടേസ്റ്റ് ആവും. പിന്നെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്. പറ്റുന്നുണ്ട് പ്രശ്നം ശരിക്കും എന്തായിരിക്കും ഒരു 5-8 വിസിലുണ്ടായിരുന്നു. കൊഴുക്കല്ലേ, 5-6 വിസിൽ വെച്ചു. അവൻ 3 വിസിലെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ 5-6 വിസിൽ വെച്ചു. സിമ്മിലിട്ടത്. ഇതിപ്പോൾ സിമ്മിൻ്റെ ഒന്നും ഇതിനകത്തില്ലല്ലോ, ഇലക്ട്രിക്കൽ അതുകൊണ്ട് അവന് ഗ്യാസ് സ്റ്റൗവിനല്ല സിമ്മൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. നെയ്യാണോ അതോ ചാറാണോ? നെയ്യ് വരുമല്ലോ, ഓർക്കണമൊക്കെ നെയ്യാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത്